ഹലോ വെൽക്കം ബാക്ക് ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടെയാണ് നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത്. എജുബിൾസ് ലേണിംഗിൻ്റെ വിദ്യാർത്ഥികൾ NIT കാലിക്കറ്റിൻ്റെയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെയും റാങ്ക് ലിസ്റ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ NCET എക്സാമിന് ബെസ്റ്റ് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ എജുബിൾസ് ലേണിംഗ്. നമ്മുടെ വീഡിയോയുടെ ഇൻഫർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും അടുത്ത വർഷത്തേക്ക് NCET കോച്ചിങ് താല്പര്യപ്പെടുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എജുബിൾസ് ലേണിംഗ്. ഉടനെ തന്നെ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അപ്പോൾ NIT കാലിക്കറ്റിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ NIT കാലിക്കറ്റിന് അവരുടെ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഫസ്റ്റ് റൗണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിന് എത്തുകയാണ് വേണ്ടത്. എല്ലാവരും ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിന് വരണം. റാങ്ക് ലിസ്റ്റിലുള്ള അത് ഏതൊക്കെ ആളുകളെ വരേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് ഇവിടെ എത്തി ഇവിടുന്ന് ഡോക്യുമെൻ്റ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആദ്യം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയൊക്കെ വരിക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇന്നലെ ഇറക്കിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ സ്കെഡ്യൂൾ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അവരെന്തായിരിക്കണം ഷാൾ റിപ്പോർട്ട് ദ കൗൺസിലിംഗ് കം അഡ്മിഷൻ പ്രോസസ്. കൗൺസിലിംഗും അതുപോലെ തന്നെ അഡ്മിഷനും ആ ദിവസം തന്നെ നടക്കും. ആ ഒരു ദിവസത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? NIT കാലിക്കറ്റിന്റെ ക്യാമ്പസിൽ എത്തണം. ആരൊക്കെ? സെക്കൻഡറി സ്റ്റേജ് പ്രോഗ്രാമിന്റെ റാങ്ക് ലിസ്റ്റിൽ സീരിയൽ നമ്പർ 1 മുതൽ 524 വരെയുള്ള വിദ്യാർത്ഥികളും പ്രിപ്പറേറ്ററി സ്റ്റേജിന്റെ റാങ്ക് ലിസ്റ്റിലുള്ള സീരിയൽ നമ്പർ 1 മുതൽ 162 വരെയുള്ള വിദ്യാർത്ഥികളും ഫൗണ്ടേഷൻ സ്റ്റേജിലുള്ള സീരിയൽ നമ്പർ 1 മുതൽ 122 വരെയുള്ള വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? 30-ാം തീയതി ജൂലൈ ബുധനാഴ്ച 9 മണിക്ക് എന്ത് ചെയ്യണം? NIT കാലിക്കറ്റിലെത്തണം. 9 മണി മുതൽ 10 മണി വരെ ആയിരിക്കും രജിസ്ട്രേഷൻ ടൈം. ആ സമയം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഉള്ളിൽ കയറ്റും. എന്നിട്ടാണ് വെരിഫിക്കേഷൻ ഒക്കെ നടത്തുക. അപ്പോൾ അതിൻ്റെ 10 മണിക്ക് ശേഷം എത്തിയാൽ നിങ്ങൾ അങ്ങോട്ടേ കയറ്റില്ല, രജിസ്ട്രേഷൻ അനുവദിക്കില്ല. എവിടെയാണ് വരേണ്ടത്? NIT കാലിക്കറ്റിലെ UG അഡ്മിഷൻ റിപ്പോർട്ടിംഗ് ഡെസ്കിലാണ് വരേണ്ടത്. ധ്വനി മൾട്ടിപർപ്പസ് ഹാളിലാണ്. ഓക്കെ, ABC ബ്ലോക്കിലെ NIT കാലിക്കറ്റിലെ ABC ബ്ലോക്കിലെ ധ്വനി മൾട്ടിപർപ്പസ് ഹാളിലാണ് നമ്മുടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. അവിടേക്ക് നിങ്ങൾ എത്തണം. എന്ന്? ജൂലൈ 30 രാവിലെ 9 മണിൻ്റെ മുമ്പ്. അപ്പോൾ വിദ്യാർത്ഥികളൊന്നും മറക്കണ്ട. റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ലാസ്റ്റ് ആണെങ്കിലും ഫസ്റ്റിലാണെങ്കിലും എവിടെയായാലും ഇതിന് നിങ്ങൾക്ക് വന്നാലേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. വരാത്തവരൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ആ സമയത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞ എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ എന്തായിരിക്കുള്ളൂ? ഓൺലൈൻ ആപ്ലിക്കേഷൻ പീരീഡിൻ്റെ സമയത്ത് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമേ അലോട്ട്മെൻറ്റിന് എന്ത് ചെയ്യുള്ളൂ? അവരുടെ പ്രിഫറൻസിനനുസരിച്ച് പരിഗണിക്കുകയുള്ളൂ. അപ്പം എന്താണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ എലിജിബിലിറ്റി? നിങ്ങൾ 12th പാസ്സായിരിക്കുകയും ചെയ്യണം, ആ സബ്ജക്റ്റ് പഠിച്ചിരിക്കുകയും വേണം, NCET എക്സാമിൽ ആ സബ്ജക്റ്റ് എഴുതിയിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിന് ശേഷം മാത്രമേ എന്ത് അലോട്ട് ചെയ്യുള്ളൂ? സീറ്റ് അലോട്ട്മെൻറ്റ് ക്യാരി ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ സ്ട്രിക്ട്ലി എന്തിൻ്റെ ബേസിലായിരിക്കും? പ്രൊവിഷണൽ കോമൺ റാങ്ക് ലിസ്റ്റിൻ്റെ നേരത്തെ പറഞ്ഞ സ്റ്റേജുകളിലുള്ള പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക? അലോട്ട്മെന്റ് തരിക. അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന മേജർ പ്രിഫറൻസ്, നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആദ്യം എനിക്ക് കെമിസ്ട്രി ആണ് വേണ്ടത്, പിന്നെ ഇതാണ് ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടില്ല, ആ ഓർഡറിൽ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? തരികയുള്ളൂ, ആ സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ പിന്നെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള മേജർ പ്രിഫറൻസ് ഉണ്ടല്ലോ, അതാണ് പരിഗണിക്കുക. അല്ലാതെ ഇനി അവിടെ ആ സമയത്ത് നിങ്ങൾ വേറെ വേണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ കൊടുത്ത ഏതാണോ, ആദ്യം എനിക്ക് മാത്സ് ആണ് വേണ്ടത് അങ്ങനെ കൊടുത്ത് അതേ പരിഗണിക്കുകയുള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും ഒരു റിക്വസ്റ്റോ മോഡിഫിക്കേഷനോ ഒന്നും എന്താവുകയില്ല, ഷാൽ നോട്ട് ബി പെർമിറ്റഡ്, അത് പറ്റുകയില്ല. ഇനി അങ്ങനെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് അന്ന് സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡറിയിൽ അലോട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷനിലേക്കോ പ്രിപ്പറേറ്ററിയിലേക്കോ പോകാൻ പറ്റുകയില്ല, മേജർ മാറ്റാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. ചിലപ്പം ആ ഒരു ദിവസം 30-ാം തീയതി കംപ്ലീറ്റ് ചെയ്യാനായിട്ടില്ലെങ്കിൽ മേ ബി ഒരു അഡീഷണൽ ഡേ കൂടെ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടെന്ന് പോലും ഇതിൽ പറയുന്നുണ്ട്. കാരണം അത്രയും ആളുകളെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ടില്ലെങ്കിൽ മേ ബി നിങ്ങൾ അടുത്ത ദിവസം വരെ നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അന്ന് എന്ത് ചെയ്യണം? അടുത്തൊരു പാരഗ്രാഫ് 3 പറയുന്നുണ്ട്, താഴെ പറയുന്ന ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അതെന്തായിരിക്കണം? റെഡിലി അവൈലബിൾ ആയിരിക്കണം. ആ ഒരു സമയത്ത് അന്നത്തെ വെരിഫിക്കേഷൻ്റെ സമയത്ത് ഡാറ്റ എൻട്രി പ്രോസസ്സിൻ്റെ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ദിവസം ഡാറ്റ എൻട്രി ഓപ്പറേഷന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് മെയിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. അതിലെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും നിങ്ങൾ അവിടെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്.
അന്ന് കൊണ്ടുവരേണ്ട ആ ഒരു ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിന് അന്ന് കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ? NCT സ്കോർ കാർഡ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. നിങ്ങളത് പ്രിൻ്റ് എടുത്തിട്ട് സ്വന്തം പേരെഴുതി ഒപ്പിട്ടിരിക്കണം. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ എന്ത് വേണം? നിങ്ങൾ സർട്ടിഫിക്കറ്റ് വേണം, ബോർഡ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതെന്തിനാണ്? നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളെ +2 എന്തായിരിക്കണം? മാർക്ക് ഷീറ്റും പാസ് സർട്ടിഫിക്കറ്റും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇന്ത്യൻ നാഷണൽ എന്തായിരിക്കണം? ഇന്ത്യൻ നാഷണലുമാണ്. ഇന്ത്യൻ്റെ പുറത്താണ് നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങളെ ഇന്ത്യൻ പാസ്പോർട്ട് എന്തായിരിക്കണം? അവിടെ സബ്മിറ്റ് ചെയ്യണം. പാസ്പോർട്ടിൻ്റെ എല്ലാ ഫുള്ള് വേണ്ട, ഫസ്റ്റ് സെക്കൻഡ് പേജുകൾ അതിൻ്റെ കോപ്പികൾ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വേണ്ടത് TC ആണ് വേണ്ടത്, ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ TC. പിന്നെ നിങ്ങളെ ക്യാരക്ടർ ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് CC വേണം, ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ഇനി അങ്ങനെ ഒരു CC നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ ഈ മാർച്ച് 2026 ശേഷം അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം. ഇനി നിങ്ങൾ ജനറലോ EWS നിങ്ങൾ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ കൊണ്ടുവരണം. അത് ആര് തന്നതായിരിക്കണം? തഹസിൽദാർ. നമുക്കറിയാം വില്ലേജ് ഓഫീസർ അല്ല, തഹസിൽദാർ ഇഷ്യൂ ചെയ്ത EWS സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതും ഏപ്രിൽ 1 ശേഷമുള്ളതായിരിക്കണം. OBC ആണെങ്കിലും തഹസിൽദാറിൻ്റെ മേലുള്ള റാങ്കുള്ള ആളെ പറ്റുള്ളൂ. അപ്പോൾ അവർ ഏപ്രിൽ 1 ശേഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലൊക്കെ ഇതേ ഒരു മോഡൽ തന്നെ. ഇൻകം സർട്ടിഫിക്കറ്റും എന്തായിരിക്കണം? ഏപ്രിൽ 1 ശേഷം തഹസിൽദാറിൻ്റെ റാങ്കിലുള്ള ഒരാൾ സബ്മിറ്റ് ചെയ്ത് തന്നതായിരിക്കണം. എപ്പോഴേ ഇൻകം സർട്ടിഫിക്കറ്റ് പരിഗണിക്കുകയുള്ളൂ? ആനുവൽ ഇൻകം 5 ലാഖിൻ്റെ താഴെ ആണെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. കാരണം ആനുവൽ റാങ്ക് 5 ലാഖിൻ്റെ താഴെ ഉള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ? നമ്മുടെ ഫീൽ എക്സ്റ്റൻഷൻ കുറവൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതും പ്രൊസീഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി ഇൻകം സർട്ടിഫിക്കറ്റ് ഏപ്രിൽ 1 ശേഷമുള്ളതായിരിക്കണം. ഇനി പ്രീവിയസ് ഉള്ള വർഷം ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്, അത് എല്ലാ വർഷത്തേക്കും അപ്ലിക്കബിൾ ആണെങ്കിൽ പോലും അത് പരിഗണിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനക്സർ 1 പറഞ്ഞ പ്രകാരം തഹസിൽദാർ അപ്രൂവ് ചെയ്തതായിരിക്കണം. ഇനി എന്തായിരിക്കണം? ഇത് സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ അപ്രൂവ് ചെയ്ത ഇൻകം സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി സ്റ്റുഡൻറ്റിൻ്റെ പേരിലല്ല, രക്ഷിതാവിൻ്റെ പേരിലാണെങ്കിൽ ഈ സ്റ്റുഡൻറ്റും ആ രക്ഷിതാവും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻകം INR-ലാണ്. ഓക്കെ, INR-ൽ മെൻഷൻ ചെയ്തതായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ഇൻകം സർട്ടിഫിക്കറ്റും അതിൻ്റെ അഫിഡവിറ്റും എന്തായിരിക്കണം? 2 ഭാഗത്തും സൈൻ ചെയ്തുകൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെയും പേരൻ്റെയും ആ ദിവസം IMS ഫയൽ, അതായത് ആ ദിവസം അഡ്മിഷൻ്റെ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പോർട്ടലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി അതുപോലെ തന്നെ അടുത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടത് പാസ്ബുക്കാണ്. അക്കൗണ്ടിൻ്റെ ഒരു നിങ്ങൾക്ക് റീഫണ്ടോ അപ്ലിക്കേഷൻ്റെ ഒക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് ആ കാര്യങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആയിട്ട് വേണം. ഓക്കെ. അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പേരെഴുതി ഒപ്പിട്ടാൽ മതി. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവൻ്റെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ UDID സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ്സിന് അവൻ്റെ റിലവൻറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ പറ്റുക? അവരുടെ റിസർവേഷൻ്റെ ക്ലെയിം എന്താവും? പോകുമെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. OBC സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ OBC റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ അതെന്തായിരിക്കണം? അനക്സർ പ്രകാരം തന്നെ ആയിരിക്കണം. തഹസിൽദാർ എന്നാണെങ്കിൽ തഹസിൽദാർ തന്നെ ആയിരിക്കണം. അതിൻ്റെ താഴെയുള്ളതും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല? അഡ്മിഷൻ കിട്ടുകയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റ് അലോക്കേറ്റ് ചെയ്താൽ, പ്രൊഫഷണൽ ഇത് വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്തെന്നാൽ അത് ഡോക്യുമെൻ്റ് പ്രൊസീഡ് ചെയ്യുന്നവരെ, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ ആ ഒരു അഡ്മിഷൻ പ്രൊവിഷണൽ ആയിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും അഡ്മിഷൻ ഹോളിലേക്ക് കയറുമ്പം നിങ്ങൾ കറക്റ്റ് കീപ്പ് ചെയ്യേണ്ടത് ഈ ഓർഡറിലാണ്. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ ഫസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? NCET-ൻ്റെ കോപ്പി, 10ൻ്റെ കോപ്പി. അതുപോലെ തന്നെ ഇത് സ്റ്റെപ്പ് 1-ലാണ്. സെറ്റ് 1-ൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഈ സമയത്ത് കോപ്പി ആയിരിക്കും ഉണ്ടാവുക, പിന്നീട് ഒറിജിനൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്നപ്പോൾ വേണം. അതായത് ഈ ഓർഡറിൽ ഇതിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓർഡറിൽ നിങ്ങളന്ന് ഈ ഓർഡറിൽ തന്നെ റെഡി ആക്കിയിട്ടാണ് അവരെ മുമ്പിലേക്ക് പോകേണ്ടത്. ഫസ്റ്റ് ഏതാണ്? NCT സ്കോർ കാർഡിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. 10ൻ്റെ അല്ലെ ബർത്ത് സർട്ടിഫിക്കറ്റോ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ്. അതുപോലെ തന്നെ +2-ൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. ഇതൊക്കെ ആദ്യം കൊടുക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് IMS പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ പാസ്പോർട്ടിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. അതുപോലെ തന്നെ നിങ്ങളൊരു അതർ സ്റ്റേറ്റ് ഫോറിനേഴ്സ് ആണെങ്കിൽ നിങ്ങളെ OCI അല്ലെങ്കിൽ PIEO
ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ റിലവൻറ്റ് പേജസ്, പിന്നെ ടി സിയുടെ ഇതെന്തായാലും വേണം, അതുപോലെ തന്നെ സി സിയുടേത്, സി സിയും ടി സിയും ഒറിജിനലിനാണ് വേണ്ടത്. ഓക്കെ, രണ്ടും സെൽഫ് അറ്റസ്റ്റഡ് വേണ്ട. പിന്നെ അതുപോലെ തന്നെ EWS NCLലും ഒറിജിനലും എന്ത് വേണം, സർട്ടിഫിക്കറ്റ് വേണം. SC/ST ആണെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. അതുപോലെ തന്നെ നിങ്ങളെ കാൻഡിഡേറ്റ്സിൻ്റെ ബാങ്ക് പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെയും UDID കാർഡിൻ്റെതും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം. ഇതൊക്കെയാണ് ഫസ്റ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് വേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കൊണ്ടുവരണം. എല്ലാം ഒറിജിനലാണ് കൊണ്ടുവരുന്നത്. അതിൽ ഏതൊക്കെ വേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അടുത്തതായിട്ട് അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ട ഫീയെ കുറിച്ചാണ് പറയുന്നത്. വെരിഫിക്കേഷൻ്റെ അല്ല, അഡ്മിഷൻ്റെ സമയത്ത് 1,40,300 ആർക്ക് ആനുവൽ ഫാമിലി ഇൻകം 5 lakhനേക്കാൾ മുകളിലുള്ള ആളുകൾ. ഇനി ആനുവൽ ഫാമിലി ഇൻകം 5 lakhൻ്റെയും 1 lakhൻ്റെയും ഇടയിലാണെങ്കിൽ നിങ്ങൾക്കുള്ളത് 98,634. ഇനി ജനറൽ OBC ആനുവൽ ഇൻകം 1 lakhൻ്റെ താഴെയുള്ള ആളുകളാണെങ്കിൽ 75,800. SC/ST PWD കാൻഡിഡേറ്റ്സിനും 77,800. ഇതാണ് പറയുന്നത്. പിന്നെ ഹോസ്റ്റൽ അഡ്മിഷൻ്റെ ഫീ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹോസ്റ്റൽ അഡ്മിഷൻ 25,000 ആണ് നിങ്ങൾ ഹോസ്റ്റൽ എടുക്കുന്നുണ്ടെങ്കിൽ പറയുന്നത്. പിന്നെ മെസ്സിൻ്റെത് നിങ്ങൾക്ക് പറയുന്ന ഒരു ഫീ അവിടെ കാണാൻ പറ്റും. ഓക്കെ, കേരളത്തിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 50,500 വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ജനറൽ ഇൻഫർമേഷൻസ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു ഇതിൽ കാണാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ വായിച്ച് നോക്കാൻ പറ്റും. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ എത്താം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലോ. കാലിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ നമ്മുടെ NIT കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് NIT വഴി പോകുന്ന ബസ് കയറിയാൽ മതി. കട്ടാങ്ങൽ ഇറങ്ങിയാൽ മതി. കട്ടാങ്ങൽ, ചാത്തമംഗലം, കട്ടാങ്ങലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ബൈ വാക്ക് അല്ലെങ്കിൽ ബൈ ഓട്ടോറിക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിനി കാലിക്കറ്റിലേക്ക് ട്രെയിൻ വഴി വരികയാണെങ്കിൽ കാലിക്കറ്റ് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ KSRTC ബസ് സ്റ്റാൻഡോ മാവൂർ ബസ് സ്റ്റാൻഡിലോ KSRTC ബസ് സ്റ്റാൻഡിലോ അതുപോലെ തന്നെ സാധാ നമ്മുടെ പാളയം ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ സെൻട്രൽ ബസ് സ്റ്റാൻഡിലോ പോയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്കുള്ള ബസ് കിട്ടും. അങ്ങനെ നിങ്ങൾ NIT വഴി കട്ടാങ്ങൽ ഇറങ്ങിയിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് അവർ പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ 2 സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC സർട്ടിഫിക്കറ്റ്, ഇനി സ്കൂളിൻ്റെ പാസ് സർട്ടിഫിക്കറ്റ് +2ൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലെങ്കിൽ, ഇത് 3 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അണ്ടർടേക്കിംഗ് ഫോർമാറ്റ് വെക്കാം. അതായത് TC നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ടല്ലേ ഫിസിക്കൽ വെരിഫിക്കേഷന് വരേണ്ടത്. കാരണം ആ TC കിട്ടിയാൽ അവിടെ ക്യാൻസൽ ആക്കിയാലേ TC കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എടുക്കണമെന്നില്ല. അതിന് പകരം എന്ത് ചെയ്യാം, ഇവർ ലാസ്റ്റ് പേജിൽ ഒരു അണ്ടർടേക്കിംഗ് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ അണ്ടർടേക്കിംഗ് ഫോർമാറ്റിൽ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഞാൻ അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുവന്നോളാം, ഇപ്പം പ്രൊഫഷണൽ അഡ്മിഷൻ എനിക്ക് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സേവിങ്സ് പാസ്ബുക്ക് ഇല്ലെങ്കിലും അതും ഇപ്പം അവിടെ കൊടുക്കുക അണ്ടർടേക്കിംഗ് ആയിട്ട്, ഞാൻ അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട്. ഇനി TC ഇതൊക്കെ ഓക്കെ. ഇനി എന്താണ്, ഇനി അഡ്മിഷൻ്റെ സമയത്ത് ഇതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ അഡ്മിഷൻസ് ക്യാൻസൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പം എനിക്ക് അഡ്മിഷൻ തരണം എന്ന് പറയണ്ട. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പം ഈ സാധനം പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ ഓരോ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നാണ്. കേരളക്കാർക്കാണെങ്കിൽ പ്രധാനമായിട്ടും തഹസിൽദാർ തന്നെ അപ്രൂവ് ചെയ്യണമെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് NIT കാലിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ NCET ITAP കോച്ചിങ്ങിൻ്റെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എഡ്യൂപ്ലസ് ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്യാം. എല്ലാവർക്കും NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.